ഇന്നലെ പോളണ്ടിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, അത് തേനീച്ചക്കൂട്ടം പോലെ ഡ്രോണുകൾ പറന്നു വന്നു എന്നാണ് പറയുന്നത് റഷ്യയിൽ നിന്ന്. അങ്ങനെ വന്ന് അവരുടെ എയർ സ്പേസ്, പോളണ്ടിൻ്റെ എയർ സ്പേസിൻ്റെ അതിനെ ലംഘിച്ച് അകത്ത് കയറി ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നാറ്റോ കൈയും കെട്ടി നോക്കിയിരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നതാണ് ഇത് നാറ്റോയുടെ ഒരു അവസാനത്തിൻ്റെ തുടക്കമാണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ രീതിയിൽ, കാരണം അമേരിക്കൻ പ്രസിഡന്റിന് വലിയ താല്പര്യമൊന്നും യൂറോപ്പിനോട് കാണിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ റഷ്യ നല്ല രീതിയിൽ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക ഭരിക്കുന്ന ട്രംപ് എന്ന് പറയുന്നത് വളരെ വാശിക്കാരനുമാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ, അതായത് അമേരിക്ക ഒന്നും ചെയ്യുന്നില്ല, നാറ്റോ യൂറോപ്പിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ റഷ്യ ഒരു ഭാഗത്ത് ഇതുപോലെ ആക്രമണം തുടരുമ്പോൾ അത് ഈ പറയുന്ന മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് അധികം ദൂരെയല്ല എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് നമ്മൾ ദീർഘമായിട്ട് കഴിഞ്ഞ ഈ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റുമായിട്ടൊക്കെ ഒരു സംസാരത്തിന് ശേഷം അതിന് മുമ്പും പിന്നുമൊക്കെ എല്ലാവരും കൈ വലിക്കുന്നോ കൈ ഊരുന്നോ അമേരിക്കയ്ക്ക് വലിയ താല്പര്യം ഇല്ലെന്ന് പറയുന്നു, ഇടയ്ക്ക് വെച്ച് അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടെന്ന് പറയുന്നു, നാറ്റോയ്ക്കകത്ത് അമേരിക്കയുടെ താല്പര്യത്തിനെ മറികടന്ന് യുക്രൈനെ സഹായിക്കാൻ നിൽക്കുന്നു. അപ്പോൾ പല രീതിയിലേക്കുള്ളൊരു കാര്യമാണ് വരുന്നത്. ഏതായാലും ഇത് തീർന്നേ പറ്റൂ, തീരണ്ടെന്നും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ റഷ്യ ഈ യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് യുദ്ധം മാറ്റിയാൽ ഉടനെ ജർമ്മനി വിചാരിക്കുന്നുണ്ട് അടുത്ത ബോർഡർ നമ്മുടെ ജർമ്മനി, അതുപോലെ ബ്രിട്ടൻ ഉണ്ടല്ലോ, ബ്രിട്ടൻ, ഇങ്ങനെ ചില രാജ്യങ്ങൾ, ഫ്രാൻസ് ലക്ഷ്യം വെച്ചിരിക്കുന്ന, നാറ്റോയ്ക്കകത്ത് ലക്ഷ്യം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ റഷ്യക്ക് ഇതുപോലെ ആദ്യം അടിക്കണമെങ്കിൽ ആരെ അടിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന രാജ്യങ്ങൾ. അപ്പം ഇപ്പം ഇവരുമായിട്ടൊരു സംഘർഷത്തിൽ അങ്ങ് നിൽക്കുക. അപ്പം നമ്മളെ അടിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ റഷ്യ നാളെ അടിച്ചേക്കും എന്നുള്ള ആശങ്കയുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന നാറ്റോയ്ക്ക് അകത്ത് വരുന്ന ഞാൻ ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ. അതുപോലെ തന്നെ റഷ്യയുടെ ബോർഡറിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന നാറ്റോ രാജ്യങ്ങളുണ്ട്, അതിനകത്തും വരും ഇതൊക്കെ ഈ ചില രാജ്യങ്ങൾ, ജർമ്മനിയൊക്കെ വരും, 9 രാജ്യങ്ങൾ അടുത്ത് കിടക്കുന്നുണ്ട്. അപ്പം യുദ്ധം തീരണ്ട, എന്തുവായാലും ഞാൻ നശിച്ചെന്നുള്ള ഒരു മാനസികാവസ്ഥയില ഈ യുക്രൈൻ്റെ ഒരു കോമഡി സ്റ്റാർ ഉണ്ടല്ലോ സെലൻസ്കി. അവനാകപ്പാടെ ഇതിനു മുമ്പ് ഈ എനിക്ക് തോന്നുന്നു അയാൾ ഈ കോമഡി സ്റ്റാർ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു, അതിനകത്തൂടെ കയറി വന്നു യുക്രൈൻ്റെ പ്രധാനമന്ത്രിയായ രാജ്യത്തിൻ്റെ നാശവുമായി. അപ്പോൾ അയാളെങ്ങനെ വിചാരിക്കുന്നത്, എന്തുവായാലും ഞാൻ നശിച്ചു, എല്ലാ മാർഗവും അടഞ്ഞു, ഒരു രീതിയിലും കാര്യങ്ങളില്ല, ഉണ്ടായിരുന്ന ധാതു സമ്പത്തുകൾ മൊത്തം അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വന്നു, ഇപ്പോൾ എൻ്റെ അടുത്ത കൊച്ചുമോൻ്റെയും കാലത്ത് തിരിച്ചു കിട്ടത്തില്ല, അതുപോലെ യുദ്ധം ചെയ്ത് കടവാക്കി. അപ്പം അതങ്ങനെ തന്നെ യുദ്ധം തന്നെ പോകട്ടെ. പാകിസ്ഥാൻകാർ നമ്മൾ പലപ്പോഴും പറയത്തില്ല യുദ്ധമാണ് നല്ലത്, ആരെ കൊണ്ടേലും യുദ്ധം ചെയ്യിച്ചാൽ 100 രൂപ കാശ് തരും, അതിനകത്തൊന്ന് 80 രൂപ യുദ്ധത്തിന് ഉപയോഗിക്കുക, 20 രൂപ ചാപ്പാട് പഠിക്കാമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിൽ യുക്രൈനെ കൊണ്ടെത്തി. ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകും. അപ്പം അമേരിക്ക വിചാരിക്കുന്നത് ഇവനെ യുദ്ധത്തിനകത്ത് കൊണ്ട് പെടുത്തി റഷ്യയെ സാമ്പത്തിക ക്രൈസിസിലാക്കി, അതിൻ്റെ കെയർ ഓഫിൽ കുറേ ഭാരമൊക്കെ ആക്കി, ഈ ഒരു കെയർ ഓഫിൽ ചിലവാക്കിയ കാശിന് തിരിച്ച് ആയിട്ടുള്ള രീതിയിൽ റെയർ മെറ്റീരിയൽസ് അല്ലെടുത്ത ഖനികളൊക്കെ കയ്യിലാക്കിയല്ലോ. ഇപ്പം അമേരിക്കയുടെ കാര്യം നടത്തണം, അമേരിക്ക ഇപ്പം യുദ്ധം നടത്തണം, യുദ്ധം ഇനിയും തുടർന്നുകൊണ്ട് പോയാൽ ഇവനെ സഹായിക്കാൻ പണം മുടക്കുന്നതിനകത്ത് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. മനസ്സിലാകുന്നത് നാറ്റോയുടെ അവസ്ഥ ഏതാ? നാറ്റോ ഈ പറയുന്നത് പോലെ യുദ്ധം തുടർന്നുകൊണ്ട് പോയാൽ ഇതിൻ്റെ പൈസ ആര് കൊടുക്കും? ഇയാളുടെ അല്ലെങ്കിൽ ഒന്നുമില്ല, ഏറുപടക്കം വേണമെങ്കിലും നാറ്റോ കൊടുക്കണം, അല്ലെങ്കിൽ അമേരിക്ക കൊടുക്കണം, യുദ്ധം ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ ഈ യുദ്ധം നിന്നേ മതിയാവത്തുള്ളൂ. രണ്ടാമത് റഷ്യ വിചാരിക്കുന്ന ഒരു കാര്യം എന്തുവാ, റഷ്യ എന്തുവായാലും നല്ല ക്രൈസിസിലാണ്. ഇപ്പോൾ ആ റഷ്യയുടെ നിലനിൽപ്പിൻ്റെ വിഷയം എന്തോ, നമ്മൾ ക്രൂഡ് ഓയിൽ മേടിക്കുന്നതും അല്ലെങ്കിൽ ചൈന മേടിക്കുന്നതും, പിന്നെ അങ്ങനത്തെ ചില ക്രൂഡ് ഓയിലിൻ്റെ ഒരു കച്ചവടത്തിനകത്ത് റഷ്യയിലെ ഉള്ള GDP-യുടെ നിലനിൽപ്പ്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പൈസ റഷ്യ ആയിരിക്കുന്നത്. എന്തുവായാലും ഇവന്മാരെല്ലാം കൂടെ എനിക്കിട്ട് പണിഞ്ഞതാണ്, എനിക്കിപ്പം എന്തുവായാലും സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ വ്യാപാരം നടത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചാണ് നടത്തുന്നത്. ഈ പറയുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, ഒന്ന് ഈ ചൈനയും അല്ലെങ്കിൽ ഉത്തര കൊറിയയും ഒക്കെയാണ്. റഷ്യ അത് തന്നെ, അനാധിപത്യമായ മര്യാദയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒന്നും പാലിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് തീർന്നല്ലേ ഒക്കൂ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടൊരു ക്രൈസിസ് വന്നാലേ ലോകക്രമത്തിനകത്ത് എനിക്കുണ്ടായ ക്രൈസിസ് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ഇത് സന്തുലനാവസ്ഥയിൽ എത്തിക്കുകയെന്നൊക്കെ പറയത്തില്ലേ. അപ്പം അവർ നാറ്റോയെ അടിക്കും, നാറ്റോയെ അടിച്ചിരിക്കും റഷ്യ. അത് ഈ കഴിഞ്ഞ ദിവസം നാറ്റോ ഈ യുദ്ധം തുടങ്ങിയത് തന്നെ എന്ത് കാരണത്താലാന്നുള്ള കാര്യം വിജയ്ക്ക് അറിയാമല്ലോ. യുദ്ധം തുടങ്ങിയ എന്തിനാ? ഇവൻ നാറ്റോയെ ചേരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാറ്റോയെ ചേരുക എന്ന് പറഞ്ഞാൽ, രാജ്യം ചേരുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ വിഷയം വന്നാൽ 32 രാജ്യങ്ങൾ,
ആ 32 രാജ്യങ്ങളിലൂടെ സൈനികമായിട്ട് മറ്റെല്ലാ രീതിയിലും ഒരു നാറ്റോയ്ക്കകത്ത് നിൽക്കുന്ന രാജ്യത്തെ ആക്രമിച്ചാൽ അവരുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു രാജ്യം അതിർത്തിയിൽ റഷ്യക്ക് ആവശ്യമില്ല. റഷ്യക്ക് ആവശ്യമില്ല. നാറ്റോയ്ക്കകത്ത് ചേരുന്നുണ്ടോ അടിക്കുക. ഇപ്പം നാറ്റോയ്ക്കകത്ത് ചേരാതിരിക്കുന്ന രാജ്യത്ത് ഈ നാറ്റോയുടെ സഖ്യമായിട്ട് നിൽക്കുന്ന രാജ്യമുണ്ട്. ഈ പറഞ്ഞ പാകിസ്ഥാൻ പോലും അതിനകത്ത് വരും. മനസ്സിലായില്ലേ? ജപ്പാൻ വരും, ഓസ്ട്രേലിയ വരും. അപ്പോൾ അതിൻ്റെ കൂട്ടി ഇയാളെ സഹായിക്കാൻ ചെല്ലും. അങ്ങനെ പോലും അനുവദിക്കുന്നില്ലെന്ന് പറയാം. ആര് സഹായിക്കാൻ വന്നാൽ ഞങ്ങൾ അടിക്കുമെന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ തീരുമാനമെടുത്തില്ലേ 10,000 സൈനികരെ ഇങ്ങോട്ട് വിടാൻ പോകുന്നു. അതിൻ്റെ തൊട്ടടുത്ത ഈ പറയുന്ന പോളണ്ടിനെ അടിച്ചത്. പോളണ്ടിനോട് ഭയങ്കര വൈരാഗ്യമാണ് റഷ്യയ്ക്ക്. നല്ല നേരത്തെ ഉള്ളൊരു ചുരുക്കിടപ്പുണ്ട്. പോളണ്ടിനെ അടിച്ചത്. ഇപ്പം ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്ന തീരുമാനം എടുത്തപ്പോൾ തന്നെ ഡ്രോണുകൾ അങ്ങോട്ട് വിട്ടു. അപ്പം ഈ പറയുന്ന യുദ്ധം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് 2 കാര്യമുണ്ട്. റഷ്യക്ക് യുദ്ധം വേണ്ട രീതിയിലേക്ക് റഷ്യ തീർത്തടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ തേനീച്ച കൂട് പോലെയാ ഡ്രോൺ വന്നതെന്ന്. കഴിഞ്ഞ ദിവസമൊക്കെ 700,000 ഡ്രോൺ ഒന്ന് ഉക്രൈനിലോട്ട് വിടുന്നു. അന്ന് പറഞ്ഞ് ഇപ്പോഴും കൂലിപ്പട്ടാളോ റഷ്യ യഥാർത്ഥത്തിലുള്ള പട്ടാളക്കാരെ വെച്ച് പട്ടാളം. അപ്പോൾ റഷ്യക്ക് ഈ പറയുന്ന യുദ്ധം നിർത്തണമെങ്കിൽ നാറ്റോയെ അടിക്കണം. നമുക്ക് വേറൊരു വലിയ രസമുണ്ട്. ഇതിനകത്ത് ഈ ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം യൂറോപ്യൻ യൂണിയൻ നാറ്റോയും ഈ പറയുന്ന സെലൻസ്കിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡന്റ് അന്ന് പറഞ്ഞതെന്നറിയോ? ഇത് അവനെ ഇതൊക്കെ പറയുന്നത് അവൻ ചുമ്മാ യുദ്ധം നിർത്തത്തൊന്നുമില്ല റഷ്യ, നീ അത് കോപ്പെല്ലാം കൂടെ കൊടുത്തിട്ട് യുദ്ധം നിർത്താൻ നോക്ക്. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ നാറ്റോയും ഇപ്പോൾ പ്രാവ പറ്റത്തില്ല, അയാൾ ഇത്ര നാൾ യുദ്ധം ചെയ്തില്ല, ഇപ്പോൾ അയാളെ എല്ലാം കൂടെ കൊടുത്തിട്ട്. അപ്പം ഈ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജിയോ പൊളിറ്റിക്സ് എങ്ങനെയൊന്നും ഈ രാഷ്ട്രീയവും ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നും വിചാരിക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ ചിലപ്പോൾ ട്രംപ് പറഞ്ഞാണ് നീ കയറി ഒരു അടിക്കുമ്പോൾ അവനെല്ലാം കൂടെ പെടുവല്ലോ. അന്നേരം ഇവൻ എന്തായാലും എല്ലാവരും ഓടി എൻ്റെ അടുത്ത് വരും. ഏതാ ഈ നാറ്റോ യൂറോപ്പ് എല്ലാം കൂടെ ഞാൻ അന്നേരം അത് ക്ലീനായിട്ട് അങ്ങ് കോംപ്രമൈസ് ചെയ്ത് തരാം. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാതെ വരികയും നമുക്ക് ചിരി വരികയൊക്കെ ചെയ്യും. പക്ഷേ ജിയോ പൊളിറ്റിക്സിലകത്തും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലൊക്കെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ ഈ പറയുന്നത് പോലെ എന്ന് തീരും എപ്പോൾ തീരും എന്നതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ ഇത് തീരണമെങ്കിൽ ഒരടി മൊത്തത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടത്തല്ലും ഒരു പൂഴിക്കടകനും ഒക്കെ കാണുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പോക്കിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു തുടക്കമെന്നോടാണ് പോളണ്ടിനെ കയറി ആക്രമിച്ചത്. അതിൽ നാറ്റോ രാജ്യങ്ങളെ കയറി ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കരാർ, ആ കരാറിനനുസരിച്ച് റഷ്യക്കെതിരെ നീങ്ങുകയാണെങ്കിൽ യുദ്ധം വ്യാപിക്കും. ഈ 10,000 സൈനികരെ അങ്ങോട്ട് കൊണ്ടുവന്നതിനുള്ള ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് വന്നതല്ലേ ഈ ഒരു കൊണ്ടുവന്നില്ല, ആലോചിച്ചതേ ഉള്ളൂ. ആലോചിച്ചത് അത് ഈ വാർത്തകൾ കേട്ടിരുന്നു. വാർത്ത കേട്ടുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി നാറ്റോ രാജ്യങ്ങളെ സഹായിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ഈ പറയുന്ന ഉക്രൈനെ സഹായിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് 10,000 സൈനികളെ ഈ പറയുന്ന ഉക്രൈൻ്റെ അതിർത്തികൾ അല്ലെങ്കിൽ ഈ യുദ്ധത്തെ നേരിടുന്നതിന് വേണ്ടി അയക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പോളണ്ടിനെ കയറി അടിച്ചത്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയാം അതെന്നാ പിന്നെ യുദ്ധമേ വേണ്ടായിരുന്നല്ലോ. നമ്മൾ നേരത്തെ പല ചർച്ചയിനകത്തും പറഞ്ഞ പോലെ നാറ്റോയ്ക്ക് അത് ചേരും അല്ലെങ്കിൽ അത്തരത്തിൽ അനുവദിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. ഇപ്പം നാറ്റോയ്ക്ക് അത് ചേരുന്ന ഒരു രാജ്യത്തിന് കൊടുക്കുന്ന അതേ പ്രിവിലേജ്, നാറ്റോ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന അതേ പ്രിവിലേജ് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനും മറ്റെങ്കിലും ഇവരും കൂടെ കൊടുക്കുന്നതിൻ്റെ അർത്ഥം വലിയ 10,000 രൂപയുള്ളൂ. അപ്പോൾ അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ യൂക്രൈൻ ആയുധങ്ങൾ വിൽക്കുന്നുണ്ട് ഉള്ളതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും? കാരണം അതൊക്കെ പുടിൻ ചോദിച്ചപ്പോഴും ഇയാൾക്ക് വിറയലായിരുന്നു. മൈക്ക് നമ്മുടെ ഹെഡ്ഫോൺ താഴെ പോകുന്നു, വെള്ളം കുടിക്കുന്നു. കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ ഇതിനു വേണ്ടിയൊക്കെയുള്ള സംവിധാനം ഉണ്ടോ? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം, ചൈനയിൽ നിന്ന് മേടിക്കുന്ന സാധനം വല്ലതും എടുത്ത് വെച്ച് കൊടുക്കുന്നതായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഇതില്ല, നിർമ്മാണമൊന്നുമില്ല. ആയുധ കച്ചവടത്തിന് വേണ്ടിയുള്ള ഒരു കക്ഷിയും പ്രാപ്തമായിട്ട് ഇനി അറിയത്തില്ല, കാണത്തില്ല. 1-2 പിന്നെ വിമ വിരട്ടിയായിരിക്കും. ഒന്നൊന്ന് കാര്യം പറഞ്ഞപ്പോഴേ നമുക്ക് ഇഷ്ടമില്ലാത്ത വിരത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ ഒരു വിരട്ടുമൊക്കെ വരട്ടെ. അപ്പോൾ അങ്ങനെ പുള്ളിയിൽ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ വല്ല കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇല്ലെന്ന് എന്തെങ്കിലും അറിഞ്ഞു കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞു കാണുമായിരിക്കും. അങ്ങനെ ഇനി യുക്രൈന് അനുകൂലമായിട്ട് സംസാരിച്ച് പോരോ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് സെലൻസ്കി വല്ലതും പിടിക്കുകയെല്ലാം ചെയ്താണ്. അയ്യോ അതുപോലെ അറിഞ്ഞിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് മയക്കുമ്പോൾ സാധനമൊക്കെ തറയിൽ വീണ് പോയതേ. അല്ലാതെ ഈ പുടിൻ്റെ അടുത്തൊക്കെ നേരെ നോക്കി കണ്ണി നോക്കി സംസാരിക്കാൻ കഴിയുന്ന ഭരണാധികാരികളും അല്ലെങ്കിൽ അതിന് ധൈര്യമുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ മോദിയൊക്കെ ഉള്ളൂ. വേറെ ആരുടെയും അമേരിക്കൻ പ്രസിഡന്റിന് പോലും പുടിനുമായിട്ട് സംസാരിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ എന്ത് സംസാരിക്കണമെന്ന് ആലോചിച്ച് സംസാരിക്കത്തുള്ളൂ. അതിന് ഉദാഹരണമായി ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അലാസ്കയിൽ നടന്ന ചർച്ചയ്ക്കകത്ത് ലോകത്ത് പ്രോട്ടോക്കോൾ അനുസരിച്ച് അമേരിക്ക പറയുന്നത് അല്ലെങ്കിൽ ആദ്യം സംസാരിക്കേണ്ട പ്രോട്ടോക്കോളും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ സംസാരിച്ച മൊത്തം ആരാ? പുടിനാ സംസാരിച്ച്. അതിനുശേഷം പത്രസമ്മേളനത്തിന് വന്നപ്പോഴും എന്തോ സംസാരിച്ചാൽ പുടിനാ സംസാരിച്ച്. അതിനുശേഷം വെളിയിൽ വന്ന വാർത്ത എന്തോ പുടിനെ ആലോചിച്ച് തീരുമാനിച്ചു പോയ കാര്യമാണ്. അപ്പം
അത്തരത്തിലുള്ളൊരു ഭരണാധികാരിയാണ്. അപ്പം നിങ്ങൾ വിജയ്ക്ക് ചിരിക്കാം, അയാൾക്കറിയാം ഇടപാട്. എങ്ങനെങ്കിലും അയാളുടെ നാട്ടിൽ നിന്ന് ലോകത്തുള്ളവരുടെ മുമ്പിൽ ഈ വീഡിയോ കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ലോകത്തുള്ളവനറിയാം ഇവനെയൊന്നും മൈൻഡ് ചെയ്യുന്നുമില്ല, അല്ലെ മൈൻഡ് ചെയ്യുന്ന കാര്യമില്ല. ആർക്കാ പുടിനിപ്പം പാകിസ്ഥാനുമായിട്ട് സംസാരിച്ചാണ്ട് സെറ്റപ്പ് ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. പിന്നെ അവർ ഈ ഡ്രാമ അല്ലെങ്കിൽ ഈ ഒരു റിസ്ക് എടുത്തതെന്ന് പറഞ്ഞാൽ ഈ മുനീറിനും ഈ പാക് പ്രധാനമന്ത്രിക്കും കൂടി ഈ ഫോട്ടോ കൊണ്ടുവന്ന് അവിടെ നാട്ടിൽ കാണിക്കണം. വേറില്ലാത്ത ഇതാണ്ടോ റഷ്യയുടെ അതുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചായിരുന്നേ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളെ പറ്റിയുള്ളൊരു ഈ ഞങ്ങളെ ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നാളെ കാലത്തെ ഒരു കാര്യം വന്നാലും ഇലക്ഷൻ വന്നാലും അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളങ്ങ് അംഗീകരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സാധനത്തിന് വേണ്ടി അവിടെ നിന്നില്ല. നമ്മൾ ഈ ഇപ്പം മമ്മൂട്ടിയൊക്കെ വരും, പിള്ളേർ ഓടി വന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ, ഒരു സെൽഫി എടുത്തോട്ടെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോട്ടെ, അത്രയേ ഉള്ളൂ. ഒരു സെൽഫി, അത്രയേ ഉള്ളൂ.